ശരി, വി മനുപ്രസാദ്, ഈ പരീക്ഷാ ക്രമക്കേടിൽ വലിയ പ്രതിഷേധവുമായി കഴിഞ്ഞ കുറച്ച് ദിവസമായി കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം യുവമോർച്ച സജീവമായുണ്ട്. നിങ്ങൾ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾ ശക്തവുമാണ്, പ്രതിഷേധവും അങ്ങനെ തന്നെ. ഇതിന് പിന്നാലെ സഞ്ചരിക്കുമ്പോൾ മനസ്സിലാകുന്നത് എന്താണ്? ഈ സമരവുമായി വരാനുള്ള സാഹചര്യം PSCയുമായി ബന്ധപ്പെട്ട ഒരു ക്രമക്കേട് പുറത്തു വന്നു. അതിലൊരു അന്വേഷണം ഉണ്ടാകണം എന്ന നിലയിലാണ് ഞങ്ങൾ ഈ സമരം തുടങ്ങുന്നത്. ആസൂത്രണ ബോർഡിലെ അഴിമതിയുമായി ബന്ധപ്പെട്ടതാണ് ഞങ്ങൾ ഒരു സമരരംഗത്തേക്ക് PSC എന്ന നിലയിലേക്ക് സമരരംഗത്തേക്ക് വരുന്നത്. പക്ഷേ PSC റാങ്ക് ഹോൾഡേഴ്സുമായിട്ടുള്ള ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങളുണ്ടായിരുന്നു. കഴിഞ്ഞ തവണ തന്നെ ആ സമരങ്ങളിലെല്ലാം ഞങ്ങൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നവരാണ്. പക്ഷേ PSC ആസൂത്രണ ബോർഡുമായി ബന്ധപ്പെട്ട് തൊട്ടുമുമ്പ് ഇവിടെ മുൻ PSC ചെയർമാൻ കൂടിയായിട്ടുള്ള രാധാകൃഷ്ണൻ സാർ പറഞ്ഞതുപോലെ വളരെ ഗൗരവതരമായൊരു സംഭവം പുറത്തേക്ക് വരുന്നു. അതിനെ തുടർന്ന് നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും നിഗൂഢതകൾ നിറഞ്ഞു നിൽക്കുന്നു. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ടാണ് യുവമോർച്ച സമരരംഗത്ത് വരുന്നത്. ഒരു കാര്യം ഇടയിൽ സൂചിപ്പിക്കുന്നു, ഈ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടല്ല. യുവമോർച്ച ഈ സമരവുമായി മുന്നോട്ട് വരുമ്പോൾ രാജ്യത്ത് ഒരു സമരവും നടക്കുന്നില്ല എന്ന് ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ഏതെങ്കിലും ഒരു സമരം നടന്നതിൻ്റെ ഭാഗമായിട്ടല്ല ഞങ്ങൾ ആ സമരവുമായിട്ട് വന്നത്. പക്ഷേ ഈ സമരവുമായി മുന്നോട്ട് പോകുമ്പോൾ അതിനെ മറച്ചു പിടിക്കാൻ, ചർച്ച മാറ്റാൻ കേരളത്തിൽ മറ്റു പല സമരങ്ങളെയും വലിയ തോതിൽ ചർച്ചയാക്കാൻ പരിശ്രമിച്ചിട്ടുണ്ട്. മുന്നോട്ട് പോകുമ്പോൾ ബാക്കി പറയാം. യുവമോർച്ച കണ്ടെത്തിയ അത്ഭുതപ്പെട്ട ചില കാര്യങ്ങൾ, ഞങ്ങൾ ഇതുമായി മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങളുടെ മുന്നിലേക്ക് നിരവധി ആളുകൾ വരികയാണ്, നിരവധി ആശങ്കകൾ പറയുകയാണ്. പക്ഷേ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം ആണ് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്. കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിൽ നടന്നിട്ടുള്ള എല്ലാ നിയമനങ്ങളിലും ക്രമക്കേടിൻ്റെ പങ്കുണ്ട് എന്നുള്ളതാണ് ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്നത്. ഞാൻ പറയുന്നത് കഴിഞ്ഞ 10 വർഷക്കാലം നടത്തിയിട്ടുള്ള മുഴുവൻ PSC എക്സാമിനകത്തും ഇവരുടേതായ ഒരു ചെറിയ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ചിലതിൽ 100% കളവ് നടത്തി, ചില പോസ്റ്റുകളിലൊക്കെ 100% അവരുടെ ആളുകളെ തിരികെ കയറ്റാനുള്ള പരിശ്രമം നടത്തി. ചില വലിയ ലിസ്റ്റുകളിലൊക്കെ അർഹതപ്പെട്ട നിരവധി ആളുകളോടൊപ്പം തന്നെ ഇവരുടെ ക്രമക്കേടുകളും ചോദ്യപേപ്പർ ചോർത്തിക്കൊടുത്തും ആളുകളെ തിരികെ കയറ്റുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. 10 വർഷം ഒരു ഗവൺമെൻറ് ഇവിടുത്തെ യുവാക്കളെ മുഴുവൻ വഞ്ചിച്ച് ചതിച്ച് പറ്റിച്ച് തങ്ങളുടെ പാർട്ടിക്കാർക്കും തങ്ങളുടെ യുവജന നേതാക്കളുടെ ഭാര്യമാർക്കും തൊഴിൽ കൊടുക്കാനൊരിടമാക്കി കേരളത്തിലെ PSCയെ മാറ്റി എന്നാണ് ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത്. ഇത് ചെറിയൊരു കൊള്ളയല്ല, കൊടുക്കൽ വാങ്ങലുകൾ നടത്തിയ വലിയ കോടിക്കണക്കിന് രൂപയുടെ കൊള്ളയാണ് PSC കേന്ദ്രീകൃതമായി നടപ്പിലാക്കിയിരിക്കുന്നത്. ഇതൊന്നും ചോദിക്കാനും പറയാനും അന്വേഷിക്കാനും ആരുമില്ല എന്നവർ വ്യാപകമായി ചിന്തിച്ചിരുന്നു. ഇപ്പോഴൊരു ഗവൺമെൻറ് വന്നു, ഇതിനെതിരെ എന്തെങ്കിലും ശക്തമായൊരു നടപടി അതിൽ സ്വീകരിക്കുന്നില്ല. ഇന്നും നിരവധിയായ കുട്ടികൾ പട്ടിണി കിടക്കുന്ന സാഹചര്യമുണ്ട്, ഇന്നും തെരുവിൽ കിടക്കുന്ന സാഹചര്യമുണ്ട്. അതിനൊന്നും ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല. PSC കേന്ദ്രീകൃതമായി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആസൂത്രണ ബോർഡിൽ അഴിമതി നടക്കുന്നു. KS അഭിമാന പദ്ധതി എന്ന കണക്കെ സിവിൽ സർവീസിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നു, കിടപിടിക്കുന്ന കണക്കിന് ഇവിടുത്തെ ആളുകളെ വാർത്തെടുക്കും എന്ന് പറഞ്ഞു കൊണ്ടുവന്ന KSൻ്റെ റാങ്ക് ലിസ്റ്റിൽ പോലും ക്രമക്കേട് നടത്തി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന സാഹചര്യം. ഇപ്പോൾ നോക്ക്, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ജനൻ TV തന്നെ പുറത്തു കൊണ്ടുവന്നൊരു വാർത്തയുണ്ട്. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ചോദ്യമായി വന്നിരിക്കുന്നു, CJP എന്ന പാർട്ടി രൂപീകരിച്ചത് എപ്പോഴാണ് എന്നുള്ളത്. അത് എന്തു തന്നെയായാലും ആ ചോദ്യത്തിനോടുള്ള പ്രശ്നമല്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ വളരെ ഗൗരവതരമായൊരു വിഷയം നടക്കുകയാണ്. PSC ക്വസ്റ്റ്യൻ പേപ്പർ ഉൾപ്പെടെ ചോരുന്ന സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുകയാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ തയ്യാറാക്കുന്ന സമയം നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. നേരത്തെ തന്നെ തയ്യാറാക്കിയിട്ടുണ്ടാകണം. ഇവർക്ക് ഇഷ്ടപ്പെട്ടൊരു ക്വസ്റ്റ്യൻ കൃത്യമായ സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുത്താൻ ഒരു സമയവും ബാധകമാകുന്നില്ല, ഒരു ടൈമും ബാധകമാകുന്നില്ല. അതിനർത്ഥം എന്താണ്? യഥേഷ്ടം ഏതു സമയത്തും ഞങ്ങൾക്ക് വേണ്ട ക്വസ്റ്റ്യൻ അതിനുള്ളിൽ ഉൾപ്പെടുത്താൻ ഇന്നും ഒരു തുറന്ന ഇടമാണ് PSC എന്നല്ലേ തെളിയിക്കുന്നത്. അപ്പോഴൊരു കാര്യം ചോദിച്ചുകൊള്ളട്ടെ, ഈ അടുത്ത ദിവസങ്ങളായി പുറത്തു വന്ന പല വാർത്തകളുമായി ഇതിനെ ചേർത്ത് വെച്ച് നോക്കൂ. പല PSC കോച്ചിങ് സെൻറ്ററുകളും ഇത്തരത്തിലുള്ള അഴിമതികൾക്ക് കൂട്ടുനിന്നിട്ടുണ്ട്, പണം കൊടുത്തിട്ടുണ്ട്. പല PSC കോച്ചിങ് സെൻറ്ററുകളിലെയും ക്വസ്റ്റ്യൻ പേപ്പറിനുള്ളിൽ വന്ന് അവർ എന്താണോ പഠിപ്പിക്കുന്ന അവരുടെ മാതൃകാ ക്വസ്റ്റ്യൻ പേപ്പറുകളെ അതേപടി അടിച്ച് PSC വിതരണം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇത് യാദൃശ്ചികമല്ല. കാരണം അവർക്കിഷ്ടമുള്ള ക്വസ്റ്റ്യൻ ഏതു സമയത്ത് വേണമെങ്കിലും ഇതിനുള്ളിൽ കയറ്റാൻ ഒരു മാനദണ്ഡവും നിലവിലില്ലാതിരിക്കെ PSC കോച്ചിങ് സെൻറ്ററുകളിൽ നിന്ന് കോടിക്കണക്കിന് രൂപ പണം വാങ്ങിക്കൊണ്ട് ഇത്തരത്തിലുള്ള അഴിമതികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുണ്ട്. PSC ഒരു ഭരണഘടനാ സ്ഥാപനമാണ്, അതിൽ മറ്റാർക്കും ഇടപെടാൻ പറ്റുന്നില്ല. PSC എന്തോ വരേണ്യവർഗത്തിൻ്റെ ഒരു ഇടമാണ്, അവിടെ മറ്റൊരാൾക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല എന്ന നിലപാടെടുത്തുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഭരണകൂടത്തോടും ഇവിടുത്തെ ചില കൂട്ടരോടും ഞങ്ങളൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിലെ PSCയുടെ ചെയർമാനെയും കേരളത്തിലെ PSCയുടെ അംഗങ്ങളെയും നിയമിക്കുന്നതാരാണ്?
ആ നിയമിക്കുന്നവരുടെ പശ്ചാത്തലം നിങ്ങൾ അന്വേഷിച്ചു പോയി നിയമിക്കാനെടുക്കുന്ന ഒരേ ഒരു യോഗ്യത ഏത് പാർട്ടിയാണ് എന്നുള്ളത് മാത്രമാണ്. അതായത് കഴിഞ്ഞ 5 വർഷക്കാലം 10 വർഷക്കാലം ഇടതുപക്ഷം കേരളം ഭരിച്ചപ്പോൾ PSCയുടെ ചെയർമാൻ ഇടതുപക്ഷത്തിന് വേണ്ടി കുഴലൂത്ത് നടത്തുന്നവനായിരിക്കണം എന്ന് PSCയുടെ ചെയർമാനെ തീരുമാനിക്കുമ്പോൾ നിങ്ങൾ തീരുമാനമെടുക്കുകയാണ്. PSCയുടെ മെമ്പർമാരെ ഓരോരുത്തരെയും നിങ്ങൾ എടുത്തു നോക്കൂ. SFIയുടെ പ്രവർത്തകയായിരുന്നയാൾ PSCയുടെ കമ്മീഷൻ അംഗമായി വരുന്നു. അതോടൊപ്പം തന്നെ വിവിധ മേഖലകളിൽ ഇടതുപക്ഷത്തിന് വേണ്ടി LDFന് വേണ്ടി പണിയെടുത്തിരുന്നവർ PSCയുടെ അംഗങ്ങളായിട്ട് വരുന്നു. അതായത് PSC എന്ന് പറയുന്ന പബ്ലിക് സർവീസ് കമ്മീഷൻ ഇത്ര ഗൗരവതരമായൊരു ബോഡിയെ കേരളത്തിലെ പൊളിറ്റിക്കൽ വീതം വെപ്പിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയതിൻ്റെ ദുരന്തഫലമാണ് കേരളത്തിലെ യുവാക്കളും ഇവിടുത്തെ യുവജനങ്ങളും അനുഭവിക്കുന്നത് എന്നുള്ളതാണ് ഞങ്ങൾക്കിതിൽ കണ്ട പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, PSCയുടെ ചെയർമാൻ്റെ യോഗ്യത എന്തായിരിക്കണമെന്ന് ഒന്ന് ചോദിച്ചു നോക്കും. PSCയുടെ അംഗങ്ങളായിരിക്കുന്നവർ എന്ത് യോഗ്യതയുടെ മാനദണ്ഡത്തിലാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് ചോദിച്ചു നോക്കൂ. കേരളത്തിൽ ഇപ്പോഴും ഞാൻ പറയുന്നത് കേരളത്തിൽ പല കുറി UDFും LDFും കോൺഗ്രസ് നേതൃത്വം നൽകുകയും CPM നേതൃത്വം നൽകുകയും ചെയ്ത സർക്കാരുകൾ മാറി മാറി ഭരിച്ചിട്ടും അവർ കേരളത്തിലെ PSCയുടെ ചെയർമാനെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട്, അംഗങ്ങളെ നിയമിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചട്ടം ഇന്ന് കേരളത്തിൽ നിലവിലില്ല എന്നുള്ളത് എത്ര അപകടകരമായ കാര്യമെന്ന് ആലോചിച്ച് നോക്കൂ. എന്തുകൊണ്ടാണ് ഒരു ചട്ടം വയ്ക്കാത്തത്? കാരണം MLA സീറ്റ് കൊടുക്കാൻ പറ്റാത്ത ഒരാൾ, ഒരു ഘടകകക്ഷിക്ക് സീറ്റ് കൊടുക്കാൻ പറ്റാതെ വന്നാൽ, തങ്ങളുടെ ഇഷ്ടക്കാരനായ ഒരാളെ തിരികെ കയറ്റാൻ PSC ചെയർമാനാക്കി വെക്കേണ്ടി വന്നാൽ അവനെ നിയമിക്കുമ്പോൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഏതെങ്കിലും മാനദണ്ഡങ്ങൾ ബാധകമാകാനേ പാടില്ല. ഒരു ചട്ടവുമില്ല, ഒരു നിയമവുമില്ല, ഒരു ചട്ടവുമില്ല, ഒരു റൂൾസുമില്ലാതെ PSCയുടെ ചെയർമാനെ ആർക്കും എവിടെയും വയ്ക്കാം, സർക്കാർ തീരുമാനിച്ചാൽ മതി എന്ന നിലയിലേക്ക് തുറന്നിട്ടിരിക്കുകയാണ്. എന്നാൽ PSC പരീക്ഷ എഴുതണമെങ്കിൽ എന്തൊക്കെ ക്വാളിഫിക്കേഷൻ വേണം? PSCയുടെ മാർക്ക് ലിസ്റ്റ് വന്നാൽ ജോലിക്ക് കയറണമെങ്കിൽ എന്തൊക്കെ വെരിഫിക്കേഷൻ പൂർത്തിയാക്കണം? എന്നാൽ PSC ചെയർമാനാവാനും PSCയുടെ ബോർഡ് മെമ്പർമാരാകാനും ഇതൊന്നും ഒരു ബാധകവുമല്ല. തങ്ങളുടെ പാർട്ടി ഓഫീസിനുള്ളിൽ വന്നിരുന്ന് ഞങ്ങൾ പറയുന്നതെല്ലാം ഞങ്ങളുടെ ഉച്ഛിഷ്ടം വാങ്ങിച്ച് തിന്നു മുന്നോട്ട് പോകുന്നവന്മാരെയെല്ലാം നിയമിക്കാനുള്ള ഒരു കേന്ദ്രമാക്കി PSCയെ മാറ്റാൻ ഇരുമുന്നണികളും നന്നായി പരിശ്രമിച്ചതിൻ്റെ ദുരന്തഫലം അനുഭവിക്കുന്ന യുവാക്കൾ തെരുവിൽ കിടക്കുകയാണ്. അവർ മണ്ണുവാരി തിന്നുകയാണ്, മുട്ടിലഴയുകയാണ്. അങ്ങനെ നടക്കുമ്പോൾ അവർക്ക് മുന്നിൽ നിന്ന് പ്രതിഷേധിക്കേണ്ട, നേതൃത്വം നൽകേണ്ട ബാധ്യത ഒരു യുവജന സംഘടനയ്ക്കുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഈ പ്രതിഷേധത്തിൽ നിൽക്കുന്നത്.